ഇറാൻ GCC കൺട്രീസിൽ ആക്രമണം നടത്തിയതിനെ ശക്തമായിട്ട് അപലപിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ മാത്രമല്ല, കൂട്ടത്തിൽ UAE, ബഹ്റൈൻ, കുവൈറ്റ് രാജ്യങ്ങളൊക്കെ ശക്തമായിട്ട് അപലപിച്ചുകൊണ്ടിരിക്കുകയാണ്. നാണമുണ്ടോടാ നാറികളെ? നിങ്ങളൊക്കെ അതേ സ്ഥാനത്ത് ഈ പറഞ്ഞ ഇസ്രായേലും അമേരിക്കയും കൂടെ ടെഹ്റാനിൽ ഇറാനിൽ ആക്രമണം നടത്തി അവിടെ 51 കുട്ടികൾ മരിച്ചു. ഇത്രയും കാലം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഇറാന്റെ സൈനിക ഉദ്യോഗസ്ഥരും അവരുടെ റജീം ഇരിക്കുന്ന സ്ഥലത്തോട്ടെ ഞങ്ങൾ ആക്രമിക്കൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യ ആക്രമണത്തിൽ 51 കുട്ടികളുള്ള ഒരു പ്രൈമറി, ഒരു എലിമെന്ററി ഗേൾസ് സ്കൂളിലോട്ടാണ് ഇസ്രായേൽ ആക്രമിച്ചത്. നിനക്ക് അപലപിക്കാൻ നിങ്ങളുടെ ഒന്നും വന്നില്ലേ? എന്നിട്ട് അമേരിക്കന്റെ ബേസ് ഉള്ള സ്ഥലത്തോട്ട് ഇറാൻ ആക്രമിച്ച്, നിങ്ങളുടെ നാട്ടിലെ ബേസ് ഉള്ള സ്ഥലത്തോട്ട് ഇറാൻ ആക്രമിച്ചു നിനക്കൊക്കെ കണ്ട് കുത്താൻ തുടങ്ങിയല്ലേ? ഒരു ലേശം നീയൊക്കെ ഒരു ഇസ്ലാമിക് കൺട്രി എന്ന് പറഞ്ഞ് നടക്കുന്നതിന് ഒരു ലേശം ഉളുപ്പുണ്ടെങ്കിൽ ആദ്യം അതിനെ അപലപിക്കണമായിരുന്നു. അവരാക്രമിച്ച് ഇത്രയും പിള്ളേർ ഇവിടെ മരിച്ച സമയത്ത് നിനക്കൊന്നും പൊന്തിയില്ല. നിന്റെ ഒക്കെ മൂട്ടിലെ നീയൊക്കെ ആസനം താങ്ങി നടക്കണ അമേരിക്കയുടെ ബേസിൽ 4 ബോംബ് പൊട്ടിയപ്പോൾ നിനക്കൊക്കെ അങ്ങോട്ട് കൊണ്ടു പൊള്ളി. ഇതാണ് യഥാർത്ഥ പക്ക തേർഡ് റേറ്റ് അറബ് കൺട്രീസിന്റെ പരസ്പര സ്നേഹം. അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള അതല്ലെങ്കിൽ ഈ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ അറബ് കൺട്രീസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അവരെടുക്കുന്ന ന്യായം പറച്ചിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രവാസികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിലും ഇവന്മാർ ഇങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഇവന്മാരുടെ കാര്യം മാത്രം നോക്കും. ആ രാജ്യത്തിൻ്റെ കാര്യം പോലും ഇവരെ നോക്കില്ല. ഇവനെയൊക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂതങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും തിരിച്ചറിയാനിട്ടൊന്നുമല്ല. അവന്മാർ ജീവിക്കുന്ന കാലം അവന്മാർക്ക് സുഖമായിട്ട് മന്തി തിന്നണം എന്നുള്ളത് കൊണ്ടാണ്. ഏതാണെങ്കിലും ഇപ്പം ഈ ഒരു ആക്രമണം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇറാൻ പറഞ്ഞ വാക്കുകൾ ഒന്നും തെറ്റിച്ചിട്ടില്ല. അവിടെയാണ് ഏറ്റവും വലിയ പോയിന്റ്. ഇറാൻ പറഞ്ഞ വാക്കുകൾ ഒന്നും തെറ്റിച്ചിട്ടില്ല. ഇറാൻ എന്താ പറഞ്ഞത്? ഞങ്ങളെ ആവശ്യമില്ലാണ്ട് അടിച്ചാൽ ഞങ്ങളെടുത്തോട്ട് ബോംബ് ആക്രമണങ്ങളോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ബേസുകളിലും ഓൾറെഡി വാർണിംഗ് കാലങ്ങളായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അടിക്കും, നിങ്ങൾ അടിച്ചാൽ ഉറപ്പാണ് ഖത്തറിലും കുവൈറ്റിലും ബഹ്റൈനിലും സൗദിയിലും അബുദാബിയിലും ദുബായിലും ഇനിയിപ്പം എന്താ പറയുക ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും ജോർദാനിലും ഒക്കെ ഞങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അടിച്ചാൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങളെ വഴിക്ക് ഞങ്ങൾ വരുന്നില്ല, നിങ്ങൾ ഒരു സ്ഥലത്തോട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനും വരുന്നില്ല, ഒന്നിനും വരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ മേലോട്ട് ഒരു ബോംബ് വീണാൽ തിരിച്ച് അമേരിക്കൻ ബേസുകൾ ഞങ്ങൾ അടിക്കും, അമേരിക്കയുടെ പ്രോപ്പർട്ടീസ് ഞങ്ങൾ ഇല്ലാണ്ടാക്കും, ഇസ്രായേലിലോട്ടും ഞങ്ങൾ അടിക്കും. അതും അടിച്ച് ഏകദേശം 120ഓളം 130ഓളം മിസൈലുകളാണ് ഇസ്രായേലിലോട്ട് തൊടുത്തു വിട്ടിട്ടുള്ളത്. അവിടെ ഒരുപാട് മിസൈലുകൾ വീണിട്ടുമുണ്ട്. പല പേർക്കും പരിക്ക് പറ്റി എന്നുള്ള ന്യൂസുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ആയതുകൊണ്ട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ ചില കെട്ടിടങ്ങൾ തകർന്നു വീണിട്ടുണ്ട്, ഇവിടെ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്ന് മാത്രം ഇസ്രായേൽ പുറത്തോട്ട് വിട്ടു. ഇതേ സ്ഥാനത്ത് ഇവിടെ അടിച്ചത് ഈ പറഞ്ഞ നേതാക്കന്മാരെ കൊല്ലണം എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് അടിച്ചത് 51 കുട്ടികൾ. പിന്നെ കൂട്ടത്തിൽ ഇനി കുട്ടികളല്ലാത്ത എത്ര പേര് മരിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് പുറത്തോട്ട് വരുന്നുള്ളൂ. എന്നിട്ട് അതിനെ അപലപിക്കാണ്ട് അതിനെ കാണാണ്ട് ഈ ഒരു കാര്യത്തിനുണ്ട് ഉളുപ്പുണ്ടോ ഡാഷുകളെന്ന് ചോദിച്ചു പോവാം. ഈവൻ റഷ്യ, അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങൾ, റഷ്യ, നോർവേ, ബൾഗേറിയ, ചൈന, ഈ രാജ്യങ്ങളൊക്കെ ഇതിനെ അപലപിച്ചു. അവരെന്താ ചെയ്താരോ? US-ഉം ഇസ്രായേലും ഇറാനെതിരെ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെയാണ് നിങ്ങൾ യുദ്ധം നിർത്തണം, നിങ്ങളായിട്ട് തുടങ്ങിയതാണ്, നിങ്ങൾ നിർത്തണം, അല്ലെങ്കിൽ അതിനെ അപലപിച്ചുകൊണ്ട് ചങ്കുറപ്പുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരുമ്പം ഒരു ഉറപ്പില്ലാത്ത ടിക്ക് പോലും ഉറപ്പില്ലാത്ത ഈ തേർഡ് റേറ്റ് രാജ്യങ്ങളിൽ ഇതാണ് അപലപിച്ചത്. അവരുടെ മൂട്ടിൽ പറഞ്ഞാൽ അവരുടെ US ബേസിൽ ഇവർ പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇവർ കൊല്ലത്തിൽ അങ്ങോട്ട് യൂറോസ് അല്ലെങ്കിൽ ഡോളേഴ്സും കൊടുത്ത് ഇറക്കി വെച്ചിട്ടുള്ള ബേസിൽ പണി കിട്ടി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ പറഞ്ഞ ഇസ്രായേലിലോട്ട് 100 മിസൈൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ 10 വീണിട്ടുള്ളൂ. നിങ്ങളുടെ അങ്ങോട്ട് 10 വന്നപ്പോൾ അവിടെ 8 വീണില്ലേ? അപ്പം നിങ്ങളവിടെ കൊണ്ടുവച്ച താഡ് സിസ്റ്റം അതല്ലെങ്കിൽ ഡിഫൻസ് സിസ്റ്റം എത്ര ക്വാളിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്താണ്? കുറഞ്ഞ മിസൈലുകൾ നിങ്ങളുടെയൊക്കെ ഖത്തറിലോട്ടും കുവൈറ്റിലോട്ടും ബഹ്റൈനിലോട്ടും അബുദാബിയിലോട്ടും വിട്ടപ്പോഴേക്കും അതിൽ കുറഞ്ഞ എണ്ണത്തിൽ 1 or 2 പൊടിച്ചു, ബാക്കി എങ്ങനെ നിങ്ങളുടെ അവിടെ വീണു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ വെറും പേപ്പറിൻ്റെ വില പോലും ഇല്ല അമേരിക്കയുടെ മുമ്പിൽ. അമേരിക്കയും ഇസ്രായേലും കുണ്ടി അല്ലെങ്കിൽ തൂറിക്കഴിഞ്ഞ് ചന്തി തുടയ്ക്കുന്ന പേപ്പറില്ല, ആ വില പോലും നിനക്കൊന്നുമില്ല. നിന്റെ പൈസക്ക് മാത്രം വില ഉള്ളതുകൊണ്ട് അമ്മമാരവിടെ നിൽക്കണം. നിന്റെ ജീവനോ നിങ്ങളുടെ ആളുകളുടെ ജീവനോ 5 പൈസൻ്റെ വില ഇല്ലാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മിസൈൽ പതിച്ചത്. 1 or 2 മിസൈൽ പൊളിഞ്ഞ് ബാക്കി മിസൈൽ പതിയാനുള്ള കാരണം ഇതാണെന്നുള്ളതിന് സാമാന്യ ബോധം നിനക്കൊക്കെ എന്ന് വരാനാണ്? ഒരു കാലത്ത് നിനക്കൊന്നും വരാൻ പോകുന്നില്ല. നീയൊക്കെ എല്ലാ കാലവും
വെള്ളക്കാരാന്ന് കാണുമ്പോൾ നിൻ്റെയൊക്കെ ഉള്ളിലൊരു ഒരു ഒരു സുഖം കിട്ടാനുണ്ട്. എന്താണ് വൈറ്റ്സിനുള്ളത്? വെള്ളക്കാരൻ വന്ന് പറഞ്ഞാൽ അവനെല്ലാം കൊടുക്കുക, വെള്ളക്കാരൻ ചെയ്ത് അതെല്ലാം റെഡിയാണ്, വെള്ളക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആസനവും നക്കി. വൈപ്സിന് പകരം ടോയ്ലറ്റ് വൈപ്സ് എന്ന് പറയാൻ നിന്റെ നാവ് കൊണ്ട് നീയൊക്കെ നക്കി തുറച്ചു കൊടുക്കുന്നതിൻ്റെ ഫലമാണ് ഇപ്പം നിനക്ക് കിട്ടിയത്. ഇനി തിരിച്ച് നീ എന്തടിക്കും? നീ ചിന്തിച്ചു, നിങ്ങൾ അപലപിക്കാന്നല്ലാണ്ട് തിരിച്ച് ഇറാനിലോട്ട് നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴും വേണ്ട അമേരിക്ക ചെയ്യാൻ. അമേരിക്ക കടി കിട്ടി അമേരിക്കനെ ചെയ്യണ്ടേ, അല്ലെ ഇസ്രായേൽ ചെയ്യണം? നിനക്ക് വല്ല എന്തെങ്കിലും ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയണ്ടോ? ഐഫോൺ ഉണ്ടാവില്ല, ഐഫോൺ 17 നിൻ്റെ കയ്യിലുണ്ടാവും, കുറേ മട്ടനും കുറേ ചിക്കനും ഉണ്ടാവും. അതല്ലാണ്ട് നിൻ്റെ ഒക്കെ കയ്യിൽ എന്താ ഉള്ളത്? എന്ത് നയതന്ത്രം, എന്ത് ഡിപ്ലോമസി നിനക്കൊക്കെ ഉള്ളത്? നീയൊക്കെ പറഞ്ഞ വാക്ക് ആര് കേൾക്കുന്നത്? നിനക്കൊക്കെ എന്ത് ഡിപ്ലോമസി കൊണ്ടുവരുന്നത്? അറബ് നാറ്റോ എന്നും പറഞ്ഞ് നിങ്ങളൊരു വലിയ സംഭവം എടുത്ത് തുടങ്ങി. എന്നിട്ട് അതിൻ്റെ അവസ്ഥ ഇപ്പം എന്താണ്? എന്തെങ്കിലും അറബ് നാറ്റോന് ഒരു രോമ ഇളക്കാനെങ്കിലും പറ്റിയിട്ടോ? സത്യം, അവിടെയുള്ള ആളുകൾ, പ്രവാസികളായിട്ടുള്ള ആൾക്കാരുടെ കഷ്ടപ്പാട്, എത്ര പേര് എത്ര ടെൻഷൻ അടിച്ചിട്ട് അവിടെ നിൽക്കുന്നത്. നിങ്ങളെ കൊണ്ടൊന്നേ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇറാൻ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാവ അവിടെ 51 കുട്ടികൾ മരിച്ചിട്ടുണ്ടെങ്കിലും ഒരു 100 മിസൈൽ അവർ വിട്ട് കഴിഞ്ഞ സമയം കൊണ്ട് അതിൽ 1-2 മിസൈൽ പതിഞ്ഞപ്പോൾ ഒക്കെ നിനക്കങ്ങോട്ട് ചന്തി പൊള്ളി. അതപ്പം ഉണ്ടായത്. ഇതാണെങ്കിലും വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. ഇപ്പം എല്ലാ സ്ഥലങ്ങളും നമ്മൾ ലൈവുകളിൽ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിരുന്നു അപ്പപ്പുള്ള കുറേ അപ്ഡേറ്റ്സുകൾ. അതിപ്പം വാർത്തകളിലൊക്കെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ബഹ്റൈനിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പൊട്ടിയെന്നുകൊണ്ട്, കുവൈറ്റിൽ ഒരുപാടായി, ഖത്തറിൽ ഒരുപാട് പൊട്ടി, അബുദാബി, ദുബായിലൊക്കെ എല്ലായിടത്തും സകലയിടത്തും പൊട്ടി. എത്ര പേര് മരിച്ചു, ആരൊക്കെ എന്തൊക്കെയെന്നുള്ള ഒരു ഐഡിയ ഇപ്പം ഇല്ല. 1-2 പേര് മരിച്ചു എന്നുള്ള റിപ്പോർട്ട്സ് മാത്രമേ പുറത്തോട്ട് വരുന്നുള്ളൂ. ടെലവീവിൽ പൊട്ടി, അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അവിടെ പൊട്ടിയത് കറക്റ്റാണ്, ബിൽഡിങ്ങുകൾ തകർന്നിട്ടുണ്ട്, ആളുകൾക്ക് പരിക്കേറ്റിട്ട് എന്നുള്ള ഡീറ്റെയിൽസ് പുറത്തോട്ട് വരുന്നു. അതേ സ്ഥാനത്ത് നിങ്ങൾ ആലോചിച്ചു, ഇത് ഇവിടെ ഇത്രയും നടന്നിട്ടും ഇസ്രായേൽ അവിടെ കാണിച്ചു നോക്ക്, ഒരു സ്കൂൾ പിള്ളേർ. ഇസ്രായേലിൽ പണ്ട് നിങ്ങൾ ആലോചിച്ച്, ഗസയിലാണെങ്കിലും പലസ്തീനിലാണെങ്കിലും ഇവന്മാർ വെടിവെച്ച് കളിക്കുന്ന, ഷൂട്ട് ചെയ്ത് എയിം ചെയ്ത് കളിക്കുന്ന പിള്ളേരുടെ തല വെച്ചിട്ടാണ്. അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. വേറെ എവിടെയല്ല. കമേനിയുടെ വീടൊക്കെ പൊളിച്ചൊക്കെ, കമേനി ആളില്ലാത്ത കമേനിയുടെ കൊട്ടാരമൊക്കെ പൊളിച്ചു. അതേ സ്ഥാനത്ത് അവിടുത്തെ ചെറിയ പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് കത്തിച്ചത്, 51 പിള്ളേരെ കൊന്നത്. ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇത് കാണുന്ന സംഘികളും വാണങ്ങളും ഒക്കെ മനസ്സിലാക്കി എന്താണ് ഇസ്രായേലിൻ്റെ ഉദ്ദേശം, അമേരിക്കയുടെ ഉദ്ദേശം. അവരവിടുത്തെ റെജീം ചേഞ്ച് ഒക്കെ നെക്സ്റ്റ്. അതിൻ്റെ മുമ്പ് അവിടുത്തെ ആൾക്കാരെ കൊന്നു തീർക്കുക, മക്കളെ കൊല്ലുക, ഹോസ്പിറ്റൽസ് ഇല്ലാണ്ടാക്കുക, സ്കൂളുകൾ പൊളിക്കുക. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന എഫക്റ്റുകൾ അവർ യുദ്ധത്തിലോട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇനി എന്തൊക്കെ നടക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. വെയിറ്റ് ആൻഡ് സീ.